ഈശോയ്ക്കും കൃപാസനം മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ഇനീസ് ജെ തൈക്കാട്ടിൽ. ഞാൻ വരുന്നത് തൃശ്ശൂർ അതിരൂപത കൊട്ടേക്കാട് ഇടവക അംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ജൂൺ 6-ാം തീയതിയാണ്. ജൂൺ 10-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടിയിൽ 6 നിയോഗങ്ങൾ എഴുതിയിരുന്നു. അതിൽ 3 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. അത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ ഇന്ന് നിൽക്കുന്നത്. ഇതിനു മുൻപായിട്ട് ഞാൻ 2019 കൃപാസനത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അറിയുന്നത്. എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ അനിയനാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കൃപാസനത്തിൻ്റെ വെബ്സൈറ്റിൽ കയറി 10 സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടു. ആ 10 സാക്ഷ്യങ്ങളും ഒന്നിനോടൊന്ന് മെച്ചമായിട്ടുള്ള സാക്ഷ്യങ്ങളായിരുന്നു. ഒന്നും നമുക്ക് മോശമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 10 സാക്ഷ്യങ്ങളും ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് പെൻഡ്രൈവിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ വൈഫിനും കുട്ടികൾക്കൊക്കെ കേൾപ്പിച്ചു കൊടുത്തു. അവർക്കത് വലിയ ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അവർ നേരിട്ടിട്ട് അതിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തു, ഒരു 3 മാസത്തേക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കുക. 3 മാസത്തേക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഏകദേശം 2019 നവംബർ ഡിസംബറിലാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഒരു ഡിസംബർ മാസത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആ 3 മാസം ഞങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഇനി നേരിട്ട് പോയിട്ട് ഉടമ്പടി എടുക്കുക, ഇവിടെ വന്ന് ലൈവ് ഉടമ്പടി എടുക്കുക. അങ്ങനെ ഞങ്ങൾ 2020 ഫെബ്രുവരി 26-ാം തീയതി ഞാനും വൈഫും എൻ്റെ മകനും കൂടി ഇങ്ങോട്ട് വന്നു. മകനെ കൂട്ടിക്കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ചാൽ അവൻ SSLC എക്സാമിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവന് പ്രീമെച്യൂർഡായിരുന്നു. അപ്പോൾ അവന് ജനിക്കുന്ന സമയത്ത് ഒരു 1,250 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അവനുണ്ടായിരുന്നു. കാരണം എന്നും പനി, ചുമ, അങ്ങനെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ അവൻ CBSE പഠിച്ചിരുന്നത്. അപ്പോൾ അവന് പഠിത്തത്തിൽ അവന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾക്ക് അവനെ പഠിപ്പിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. 10ാം ക്ലാസ് വരെ അവൻ മെല്ലെ കയറി പോകുന്നു. 10ാം ക്ലാസ്സിൽ പാസ്സാവുമെന്ന് തന്നെ പേടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് അച്ഛനെന്ന് കണ്ട് ബ്ലെസ്സിങ് മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേർക്കും ജോസഫ് അച്ഛനെ കാണാനും ബ്ലെസ്സിങ് മേടിക്കാനായിട്ട് സാധിച്ചു വന്നു. അതൊരു നിമിത്തമാണ്, അത് മാതാവിൻ്റെ ഒരു ഇടപെടലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി.